ആരാധനക്ക് അർഹതയുള്ളവൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾ തെറ്റിദ്ധരിച്ച ദൈവങ്ങളുടെ പൊള്ളത്തരങ്ങളും ബുദ്ധിഹീനതയും വ്യക്തമാക്കിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നു. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട വിഷയമാണ് രാത്രിയും പകലും. രാവും പകലും മാറി മാറി വരുന്നു എന്നത് അല്ലാഹു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു തെളിവാണത്. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ തെളിവുകളാണ്. അത്ഭുതകരമായി സൂര്യൻ നിലനിൽക്കുന്നു, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനും അതിന്റെ രാശിയിലൂടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഭൂമിയുടെ ആസൂത്രിതമായ കറക്കത്തിലൂടെ രാവും പകലും അനുഭവപ്പെടുന്നു. ഇതിനെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിച്ച് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ അല്ലാഹുവിന്റെ സാന്നിധ്യം ഏതൊരു മിതബുദ്ധിക്കും ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ കണ്ടെത്തേണ്ട ഇത്തരം പ്രകൃതി വസ്തുക്കളെ ദൈവങ്ങളാക്കുന്നവരെ സംബന്ധിച്ചല്ല പറയുന്നു, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ. അതുകൊണ്ട് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളായ സൂര്യനെയോ ചന്ദ്രനെയോ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. അവക്കു മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യരുത്, സാഷ്ടാംഗം നമിക്കരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന. ഇവകളെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മുമ്പിലാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രകൃതി വസ്തുക്കളെ മുമ്പിലല്ല തലകുനിക്കേണ്ടത്. അവയെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാന്റെ മുമ്പിലാണ് നിങ്ങൾ തലകുനിക്കേണ്ടത്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവങ്ങളാക്കിയവരോട് അള്ളാഹു പറഞ്ഞു. ഇതുപോലെ മനുഷ്യൻ തന്നെ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്! മനുഷ്യൻ തന്നെ പ്രത്യേകമായ രൂപത്തിൽ കല്ലുകൾ വെട്ടിയെടുക്കുന്നു, മരങ്ങളെ കൊത്തിയുണ്ടാക്കുന്നു, പ്രത്യേക സമയത്ത് ഇളക്കം തീർത്ത് ചില ജപങ്ങൾ ചൊല്ലി ഒരു സ്ഥാനത്ത് അതിനെ അങ്ങ് സ്ഥാപിച്ചാൽ അതോടെ ആ വസ്തു ദൈവമായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം ഇത്! അങ്ങനെ ദൈവത്തെ ഒരർത്ഥത്തിൽ കുറ്റിയടിച്ച് കെട്ടുകയാണ്. ഇങ്ങനെയുള്ള പലതും ലോകത്ത് നടന്നു വരുന്നു. അത്തരം ദൈവങ്ങളുടെ പൊള്ളത്തരം വ്യക്തമാക്കി അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ളുരിബ മസലുൻ, നിങ്ങളൊരു ഉപമ ശ്രദ്ധിക്കുക. ഫസ്തമിഊല, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ഇതാ ഒരു ഉപമ വെച്ചിരിക്കുന്നു. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ മാറ്റി നിർത്തി നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളില്ലേ, ലൻ യഖ്ലുഖൂ ദുബാബ, ആ ദൈവങ്ങൾ ഇന്നുവരെ ഒരു ഈച്ചയെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കൊതുകിനെ അത് പടച്ചിട്ടുണ്ടോ? വലവിജിത്തമ്യൂല, നിങ്ങൾ ആരാധിക്കുന്ന സർവ്വ ദൈവങ്ങളും ഒരുമിച്ച് കൂടിയാലും എല്ലാ ആരാധ്യന്മാരും ഒന്നിച്ചു ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല. അതേ സമയത്ത് അവരെ ആരാധിക്കുന്ന നിങ്ങൾ അവയുടെ ശരീരത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന നെയ്യില്ലേ, എണ്ണയില്ലേ, സമർപ്പണ വസ്തുക്കളില്ലേ, അതിൽ നിന്നൊരൽപ്പം ഒരു ഈച്ച ഒറ്റിയെടുത്തു പറന്നുപോയാൽ മിൻഹു, ആ ഈച്ചയിൽ നിന്ന് തനിക്ക് സമർപ്പിക്കപ്പെട്ട നെയ്യ് തിരിച്ചു വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത ദൈവങ്ങളായി പോയില്ലേ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ. ഈ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നവനും ഈ ദൈവവും വളരെ ബലഹീനനായിപ്പോയല്ലോ. എന്തൊരു ബുദ്ധിപരമായ ചോദ്യം! നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്ന് ലോകത്ത് നമ്മൾ കാണുക, ഈ പ്രപഞ്ചത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ദൈവം ഉണ്ടാവണമെന്ന് ഭൂരിപക്ഷവും പറയുമ്പോഴും ആ ദൈവം ഏതായിരിക്കണം എന്ന് കണ്ടെത്തുന്നതിൽ അബദ്ധം സംഭവിച്ചു. മനുഷ്യൻ തന്നെ ദൈവത്തെ നിർമ്മിച്ചു. ആ ദൈവത്തിന്റെ നിസ്സഹായാവസ്ഥ, ആ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട എണ്ണയും നെയ്യുമൊക്കെ ഒരു ഈച്ച എടുത്തു കൊണ്ടുപോയാൽ ഈച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പോലും ശേഷിയില്ലാത്ത ദൈവങ്ങൾക്ക് നമ്മൾ എന്തിനാരാധിക്കണം? അള്ളാഹുവിന്റെ ചോദ്യം, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. എന്നാൽ ഈ ജനങ്ങളൊന്നും അള്ളാഹുവിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടില്ല. അവര് ആരായിരിക്കണം? ദൈവം ഇത്ര നിസ്സാരക്കാരനായാൽ മതിയോ? പക്ഷെ അവര് വേണ്ട പോലെ മനസ്സിലാക്കിയില്ല. അതാണ് അവർക്ക് അബദ്ധം സംഭവിച്ചത്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ബഹുദൈവ വിശ്വാസം, അള്ളാഹു അല്ലാത്ത വേറെയും ദൈവങ്ങളുണ്ടെന്ന വിശ്വാസം, ഈ വിശ്വാസമാണ് ശിർക്ക് എന്ന് പറയുന്നത്.
ഖുൽ ഹുവല്ലാഹു അഹദ്, ഏകനായ അല്ലാഹു, അതാണ് തൗഹീദ്. ഏകനായ അല്ലാഹു ആകുമ്പോഴേ അവൻ ദൈവത്തിന്റെ എല്ലാ സൽഗുണങ്ങളും പൂർണ്ണതയുടെ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്നവനാകൂ. ഒന്നിലധികം ദൈവം ഉണ്ടാകുമ്പോൾ അതൊരിക്കലും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹു തന്നെ പറഞ്ഞു, ഒന്നിലധികം ദൈവമുണ്ടായാൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. അല്ലാഹു തആല പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു അല്ലാത്ത വേറെയും ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നാമത് വരാൻ പോകുന്നത് എന്താ? പ്രാപഞ്ചിക ഘടന തകിടം മറിഞ്ഞു പോകും. ഒരു ദൈവം വിചാരിക്കുന്നു, ഇച്ഛിക്കുന്നു മഴ വരട്ടെ, അപ്പം മറ്റേ ദൈവം മഴ വരണ്ട. എന്താ ഉണ്ടാകുക? ഒരു ദൈവം വരുന്നു, വെയിൽ വരട്ടെ, വേനൽക്കാലം വരട്ടെ, മറ്റേ ദൈവം പറയുന്നു ഇപ്പത് വേണ്ട, പ്രപഞ്ചം തകിടം പറയാൻ വേറെ ഇടം പോണം. അതേ സമയത്ത് ഒരു ദൈവം മഴ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറ്റേ ദൈവം അത് വേണ്ട എന്ന് പറഞ്ഞാൽ രണ്ടും നടപ്പാകുകയാണെങ്കിൽ അത് അസംഭവ്യമാണ്. മഴ വെയിലറക്കലും കൂടി രണ്ടും കൂടി നടക്കില്ല. വേനൽക്കാലം മഴക്കാലം കൂടി ഒന്നിച്ചുണ്ടാവില്ല. അതേ സമയത്ത് ഒരു ദൈവം വിചാരിച്ച് നടന്നില്ലെങ്കിലോ അപ്പൊ അയാൾ ദൈവമാവാൻ പറ്റൂല. അപ്പം ഒന്നിലധികം ദൈവം എന്നത് അസംബന്ധമായി. രണ്ടാമത്, രണ്ട് ദൈവവും പറഞ്ഞത് നടക്കുകയാണെങ്കിലോ അത് അസംഭവ്യമാണ്. ഒരു മനുഷ്യൻ ജനിക്കട്ടെ എന്നൊരു ദൈവം, ആ മനുഷ്യൻ ജനിക്കണ്ടെന്ന് മറ്റേ ദൈവം, രണ്ട് ദൈവവും വിചാരിച്ച് നടക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. ഇനി രണ്ട് ദൈവവും കൂടി ഐക്യത്തിലായാലോ, ഒരു ദൈവം പറയുന്നത് ഞാൻ അംഗീകരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് പരസ്പരം സഹകരിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചാലും അവരും ദൈവമാകാൻ പറ്റില്ല. കാരണം അത് മറ്റൊരാളെ ഇംഗിതം അംഗീകരിക്കാൻ ഇയാൾ നിർബന്ധിതനാകുമ്പോൾ അയാൾ സർവശക്തനല്ല. ദൈവം സർവശക്തനായിരിക്കണം. അതുകൊണ്ട് ബഹുദൈവം വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ആരാണ്? അവൻ ഏകനായ അല്ലാഹുവാണ്. അവൻ സത്വയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം അതുല്യനാണ്. അവനെപ്പോലെ മറ്റൊരാളില്ല. എന്നാൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദ് പഠിപ്പിക്കാൻ വന്നപ്പോൾ ഒരു ജനവിഭാഗം അവിടെ ഉണ്ട്, മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ. ആ ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസം എന്തായിരുന്നു? അവർ ഏകനായ അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടില്ല. ദൈവമുണ്ടെന്നവർ വിശ്വസിക്കുന്നതോടൊപ്പം ദൈവവിശ്വാസത്തിൽ വമ്പിച്ച അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ. എന്നാൽ ചില ആളുകൾ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവരെ വെള്ളപൂശുകയും യഥാർത്ഥ വിശ്വാസികളെ ബഹുദൈവ വിശ്വാസികളായി ചിത്രീകരിക്കുകയും ചെയ്യാൻ വേണ്ടി ചില കുൽസിത ശ്രമങ്ങൾ നടത്താറുണ്ട്. അത് വമ്പിച്ച ഒരു തെറ്റിദ്ധാരണയിൽ നിന്നുടലെടുത്തതാണ്. അവരെന്താണ് തെറ്റിദ്ധരിച്ചത്? മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും നിയന്താവും എന്ന് വിശ്വസിച്ചിരുന്നു എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. ആ തെറ്റിദ്ധാരണ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ് ഫഅന്നാ യുഫകൂൻ. അല്ലാഹു പറയുകയാണ്, വലഇൻ സഅൽതഹും, മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? വസഖറ ശംസ വൽ ഖമറ, ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാ പടച്ചത്? ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അവര് പറയും അല്ലാ, അല്ലാ എന്ന് പറയും. ഫഅന്നാ യുഫകൂൻ, എന്നിട്ടും എങ്ങോട്ടാണ് പിന്നെ അവരെ തിരിക്കപ്പെടുന്നത് എന്നാണ് അല്ലാഹ് ചോദിക്കുന്നത്. ഈ ആയത്ത് കണ്ട് തെറ്റുധരിച്ച് ചില ആളുകൾ വിചാരിച്ചു മക്കയിലെ മുശ്രിക്കീങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന്. അങ്ങനെ അവർ വിശ്വസിച്ചിട്ടില്ല. പിന്നെ എന്താണ്, ആരാണ് ആകാശം പടച്ചത്, ആരാണ് ഭൂമി പടച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലാ എന്നവർ മറുപടി പറഞ്ഞത് എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു എന്ന് അറബി ഭാഷയിൽ പറയുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരല്ലുണ്ട്. അതേതാണ്? ആരാധിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ അർഹതയുള്ളവനായ ദൈവം. ആ അർത്ഥത്തിലുള്ള അള്ളയാണ്.
അതേ സമയത്ത് അറബി ഭാഷയിൽ കേവലം ദൈവം എന്ന അർത്ഥത്തിനും അള്ളാഹ് എന്ന് ഉപയോഗിക്കും. ഏതുപോലെ നമ്മൾ മലയാളികൾ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റുള്ള മതക്കാരും ഒക്കെ ദൈവം ദൈവം എന്ന് പറയാറുണ്ട്. മുസ്ലിം ദൈവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന ശക്തി അല്ല ക്രിസ്ത്യാനി ദൈവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ക്രിസ്ത്യാനി ദൈവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതല്ല ഹിന്ദുക്കൾ ദൈവം എന്ന് പറയും. മുസ്ലിം ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയൽ നല്ലതാണോ അല്ലേ എന്നുള്ളത് വേറെ ചർച്ച. അതുപോലെ തന്നെ ഹിന്ദുക്കൾ ദൈവം എന്ന് പറഞ്ഞാൽ അവർ സങ്കല്പിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, അതിനെപ്പറ്റിയാണ്. ജൂതന്മാർ വിചാരിക്കുന്നത് മറ്റൊരു ശക്തി. ക്രിസ്ത്യാനികൾ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ യേശു ക്രിസ്തു, അതാണ് ദൈവം എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത്. അപ്പം വാക്കുകളൊക്കെ ഒന്നാണ്, ഉദ്ദേശം മറ്റൊന്നാണ്. എന്നതുപോലെ അറബി ഭാഷയിൽ ദൈവം എന്ന അർത്ഥത്തിനും അള്ളാഹ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതാണ് മക്കയിലെ മുശ്രിക്കീങ്ങളോട് ആരാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചെന്ന് ചോദിച്ചാൽ അവര് ദൈവം എന്ന് പറയും. ആ അർത്ഥത്തിലാണ് അള്ളാഹ് അള്ളാഹ് എന്ന് പറയും. അല്ലാതെ മുഹമ്മദ് നബി വിശ്വാസങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളയാണെന്ന് അവർ വിശ്വസിച്ച പ്രശ്നം കഴിഞ്ഞില്ലേ? അങ്ങനെ അവർ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഉടനെ അള്ളാഹ് ചോദിക്കുന്നു, ഫഅന്നാ യൂഫകൂൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്, ദൈവമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങോട്ടാ തിരിക്കപ്പെടുന്നത്? എന്താ പിന്നെ നിങ്ങൾക്ക് ആ ദൈവത്തെ ഏതാണെന്ന് തിരിച്ചറിയുന്നതിൽ എന്താണ് നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കാൻ കാരണം? അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹിനെ നിങ്ങൾ ആരാധിക്കണ്ടേ? അപ്പൊ അവര് വിശ്വസിച്ചത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിലല്ല. കാരണം എന്താ? അവര് അള്ളാഹ് എന്ന് പറയുന്ന സാധനം ഏകനായ അള്ളയല്ല. നോക്കൂ, നിങ്ങൾ ഖുർആനിൽ കാണാം, അല്ലാഹു തആല പറയുന്നു, അജഅലല്ലാലിഹത ഇലാഹം വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഏകനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബിയോട് തിരിച്ചു ചോദിക്കുന്നു, അജഅലൽ ആലിഹത ഇലാഹം വാഹിദാ, ഈ മുഹമ്മദ് എന്താ ചെയ്തത്? എല്ലാ ദൈവങ്ങളെയും കൂടി ഒരു ദൈവമാക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് അത്ഭുതകരമായ സംഗതിയാണല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പം നബിതങ്ങൾ പരിചയപ്പെടുത്തിയ അള്ള ഏകനായ അള്ളയാണ്. ആ അള്ളാഹുവിൽ വിശ്വസിച്ചെങ്കിൽ പിന്നെ അത്ഭുതം പറയേണ്ടതുണ്ടോ? അപ്പൊ അവര് എന്തോ ഒരു ശക്തിയെ പറ്റി വിശ്വസിച്ചു, അതിനെപ്പറ്റി അള്ളാഹ് എന്ന് പറഞ്ഞു. ഇതുപോലെ വീണ്ടും അള്ളാഹ് പറയുന്നു, കുല്ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദല്ലബ്തൗ ഇലാ ദിൽ അർശി സബീലാ. ഖുൽ, പറയൂ നബിയെ, ലൗ കാന മഅഹു, അള്ളാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ആലിഹത്തുൻ, വേറെയും കുറെ ദൈവങ്ങൾ, കമാ യഖൂലൂന, മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയും പോലെയുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇദല്ലബ്തൗ ഇലാ ദിൽ അർശി സബീല, സർവശക്തനായ അള്ളാഹുവിലേക്ക് നടപടിക്ക് വേണ്ടി ഇവര് ഇറങ്ങി പുറപ്പെടുമായിരുന്നു. ഈ ദൈവങ്ങളൊക്കെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് സംഗതി പിടിച്ചു വാങ്ങാനും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനും ഒക്കെ ഇറങ്ങിപ്പോവും. കാരണം ഒരു വിശ്വസിക്കുന്നത് പോലുള്ള ദൈവം ഉണ്ടെങ്കിൽ. അപ്പൊ അവര് വിശ്വസിക്കുന്ന ദൈവം അള്ളാഹുവിനെ പോലെ തന്നെ അള്ളാഹുവിനോട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ ശക്തിയുള്ള വേറെ ഒരുപാട് ദൈവം ഉണ്ട് എന്നാ. അങ്ങനത്തെ ഒരു ദൈവത്തെ അള്ളാഹിന്റെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇനി നോക്കൂ, വഇദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹദ വല്ലൗ അലാ ദുബാരിഹിം നുഫൂറാ. അല്ലാഹു തന്നെ പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ ഏകനായ രീതിയിൽ നിങ്ങളെ റബ്ബിനെ നിങ്ങൾ പരിചയപ്പെടുത്തിയാൽ, വല്ലൗ, മക്കയിലെ മുശ്രിക്കീങ്ങൾ പിന്തിരിഞ്ഞു പോകും, അലാ ദുബാരിഹിം നുഫൂറാ, അവർ പിന്തിരിഞ്ഞുകൊണ്ട് വിരണ്ടു ഓടി അവർ പോകും. അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അപ്പം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹ് ഏകനായ അള്ളാഹുവാണ്. അങ്ങനെ ഒരു അള്ളാഹുവിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ആകാശത്തെ പടച്ചത് ആരാ, ഭൂമി പടച്ചത് ആരാന്നൊക്കെ ചോദിക്കുമ്പോ അവര് പറയുന്ന അള്ളാഹ് ഒരു ദൈവം എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ. അത് ഇവിടുത്തെ ഏതൊരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചതൊക്കെ ആരാണ്ടാക്കിയെന്ന് വെച്ചാൽ അത് ദൈവമെന്ന് പറയില്ലേ? അതിലല്ല തർക്കം. ആ ദൈവം ഏതാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് മക്കക്കാർക്ക് അബദ്ധം പറ്റിയത്. അതിനെ തിരുത്താനാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഇനി കേട്ടോളൂ നിങ്ങൾ, അള്ളാഹു നബിതങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ആ അള്ളാഹിനെ അവര് ചീത്ത പറയോ? ചീത്ത പറയൂല. അള്ളാഹ് പറയുന്നു, വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ വേറെയും ദൈവങ്ങളെ ആരാധിക്കുന്നവർ ഇവിടെ ഉണ്ട്. അവരെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയാൻ പോകണ്ട. എന്താ കാരണം? ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം, അപ്പൊ അള്ളാഹിനെയും അവര് ചീത്ത പറയും. അള്ളാഹുൽ വിശ്വാസമുള്ളവർ അള്ളാഹിനെ ചീത്ത പറയോ? അപ്പം നബിതങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹിനെ അവർ ചീത്ത പറയും. അവര് വേറെ അള്ളാഹിനെ വിശ്വസിക്കുന്നത്. നബിതങ്ങളെ പരിചയപ്പെടുത്തിയ അള്ളാഹിനെ അവർ വിശ്വസിച്ചിട്ടില്ല. ഇനി നോക്കൂ, അവര് വിശ്വസിച്ച അള്ളാഹുവിന്റെ
മറ്റു ഗുണങ്ങൾ എന്താ? ഒന്ന് നമ്മൾ പറഞ്ഞു, അവർ ചീത്ത പറയുന്ന അള്ളയാണ്. അതുപോലെ തന്നെ അവര് വിശ്വസിച്ച ദൈവത്തിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട്. ഏകനായ അള്ളാഹുവിനെ അവരംഗീകരിച്ചിട്ടില്ല. ഇതിനു പുറമെ ജിന്നുകളുമായും മലക്കുകളുമായും കെട്ടുബന്ധവും കുടുംബബന്ധവും ഉള്ള ഒരു അള്ളാഹുവിലാണ് അവർ വിശ്വസിച്ചത്. വജഅലൂ ബൈനഹു വബൈനൽ ജിന്നത്തി നസബാ. അള്ളാഹു തആല പറയുന്നു, മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെയും ജിന്നുകളുടെയും ഇടയിൽ കുടുംബബന്ധം സ്ഥാപിച്ചു. ജിന്നുകളെ പെൺകുട്ടികളെ അള്ള കെട്ടിയത്രേ, അതിലുണ്ടായ കുട്ടികളാണ് മലക്കുകൾ. ഇതാണ് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. ഈ വിശ്വാസമുള്ളവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായെന്ന് എങ്ങനെ പറയാ? അപ്പൊ അവര് വിശ്വസിച്ച അള്ളാഹ് അഥവാ അവരെ ഭാഷയിലെ ദൈവം, ആ ദൈവം ജിന്നുകളിലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അതിലുണ്ടായ മക്കളാണ് മലക്കുകൾ. ഇതിനെ സംബന്ധിച്ച് പിന്നെയും അള്ളാഹ് പറഞ്ഞു, വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും. വജഅലൂ ലില്ലാഹ് അള്ളാഹുവിനെ അവർ സ്ഥാപിച്ചു, ശുറകാ പങ്കുകാരെ, അൽ ജിന്ന അതായത് ജിന്നുകളെ അള്ളാഹ്ക്ക് പങ്കാളികളാക്കി. ഏത് സ്ഥിതിയിലോ ഖലഖഹും ആ ജിന്നുകളെ തന്നെ അള്ള പടച്ചതാണ്. അള്ള സൃഷ്ടിച്ച ജിന്നുകളെ അള്ളാഹിന്റെ കൂറുകാരാക്കി. വഖറഖൂ ലഹു ബനീന വബനാത്തിൻ ബിഗൈരി ഇൽമ. അള്ളാഹ്ക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെന്ന് അവർ കറ്റുകെട്ടി പറഞ്ഞു. സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ. ഈ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയുന്ന വിഷയത്തെ തൊട്ടൊക്കെ അള്ളാഹു എത്രയോ സമുന്നതനാണ്. അപ്പൊ നബിതങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളി ഇവരള്ളിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനിയും കേട്ടോളൂ നിങ്ങൾ, ഇവര് പരിചയപ്പെടുത്തിയ അള്ള മക്കളുണ്ടാക്കിയ അള്ളയാണ്. റസൂലുള്ളാഹിനോട് അള്ളാഹു തന്നെ പറഞ്ഞില്ലേ നബിതങ്ങളെ പറ്റി, വയുന്ദിറല്ലദീന ഖാലുത്തഖദല്ലാഹു വലദാ. എന്തിനാണ് നബിതങ്ങളെ അള്ള നിയോഗിച്ചത്? വയുന്ദിറ അവിടുന്ന് താക്കീത് ചെയ്യാനുമാണ്. അല്ലദീന ഒരു വിഭാഗത്തെ, ഖാലു അവരെന്താ പറഞ്ഞത്? ഇത്തഖദല്ലാഹ് അള്ള സ്വീകരിച്ചിരിക്കുന്നു, വലദൻ മക്കളെ, അള്ള മക്കളുണ്ടാക്കിയിരിക്കുന്നു. അവിടെയും പ്രയോഗം എന്താ? അള്ളാന്നല്ലേ. അള്ള നബിതങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളയാണോ? അല്ല. അപ്പൊ മക്കളുണ്ടാക്കിയ അള്ള. എന്നിട്ട് അവരെ സംബന്ധിച്ച് പടച്ചവൻ പിന്നെയും പറയാണ്, മാലഹും ബിഹി മിൻ ഇൽമിൻ. അള്ളാനെ സംബന്ധിച്ച് അവർക്ക് ഒരു വിവരവുമില്ല. വലാലി ആബായിഹിം അവരെ തന്തമാർക്കുമില്ല. ഗൗരവത്തോടെ അള്ള പറയാ, അവരെ വാപ്പാർക്കുമില്ല. കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം അവരെ വായിലൂടെ വരുന്ന ഈ വാക്കുകൾ വളരെ ഭീകരമാണ്. യഖൂലൂന ഇല്ലാ കദിബാ കളവല്ലാതെ മറ്റൊന്നും അവർ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ ഒരു കൂട്ടർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എന്തിനാണ് ഇവർ വെച്ച് കെട്ടി കൊടുത്തത്? അത് മറ്റൊന്നുമല്ല, യഥാർത്ഥ വിശ്വാസികളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ്. അത് മതത്തിലെ നവീനവാദികളുടെ ഒരു സിദ്ധാന്തമാണ്. യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങളൊക്കെ വെച്ചു പുലർത്തിയത് നേരത്തെ അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിച്ച അള്ളാഹു നിരോധിച്ച രീതിയിലുള്ള ശിർക്ക് തന്നെയാണ്. യഥാർത്ഥത്തിലുള്ള അള്ളാഹിനെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നു മാത്രമല്ല, ബഹുദൈവ വിശ്വാസം അതായിരുന്നു അവർ വെച്ചു പുലർത്തിയത്. യഥാർത്ഥ അള്ളാഹു ആരായിരിക്കണം? യഥാർത്ഥ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സ്രഷ്ടാവും സംവിധാനകനുമായതോടൊപ്പം അവൻ ഏകനായിരിക്കണം. അതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. അതിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമത്തു തൗഹീദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല. ഈ ആശയമാണ് ഈ അധ്യായം വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കുന്നത്. അപ്പൊ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു സംശയം ചോദിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, അവര് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അപകടം വരുമ്പം അവർ അള്ളാഹിനെ മാത്രം വിളിക്കാറുണ്ടായിരുന്നു എന്ന് ആയത്തുണ്ടല്ലോ. ആയത്ത് നമുക്ക് പരിശോധിച്ചു നോക്കാം. അള്ളാഹു തആല പറയുന്നു, ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ. അള്ളാഹു തആലയാണ് നിങ്ങളെ കടലിലൂടെയും കരയിലൂടെയും യാത്ര ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽക്കി, നിങ്ങൾ കപ്പലിലായാൽ, വജറൈന ബിഹിം അങ്ങനെ അവരെയും കൊണ്ട് കപ്പൽ ഇങ്ങനെ പോയാൽ, ബിരീഹിൻ ത്വയ്യിബ അനുകൂലമായ കാറ്റ് കാരണമായി കപ്പൽ അവരെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ, ഫരിഹു ബിഹാ അവർ സന്തുഷ്ടരാകും. അങ്ങനെ സന്തോഷത്തോടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കെ ജാഅത്ഹാ റിഹുൻ ആസിഫുൻ പൊടുന്നനെ അപകടകാരിയായ കാറ്റ് വരുന്നു. വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മക്കാനിൻ എല്ലാ ഭാഗത്തുനിന്നും തിരമാലകൾ അവരെ കപ്പലിന് നേരെ ഉരുണ്ടു മറിയുന്നു. വളന്നു അന്നഹും മുഹീത ബിഹിം അങ്ങനെ അവർ ഉറപ്പിച്ചു, ഇനി രക്ഷപ്പെടാൻ കഴിയില്ല, നമ്മൾ ആപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പാ, മരണം മുന്നിൽ കാണുക.
ആ സമയത്ത് ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ ആരാധന അള്ളാഹ്ക്ക് മാത്രമാക്കി അവരതാ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കല്? ഇൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ്ശാകിരീൻ, ഈ ദുരന്തത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരാവും പടച്ചോനെ എന്ന് അവരപ്പം പറയും. ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ വിടും. അങ്ങനെ ഫലമ്മാ അൻജാഹും, അവരെ അള്ളാഹ് രക്ഷപ്പെടുത്തിയാലോ ഇദാഹും യബൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, പിന്നെ ഒരു കരക്കെത്തിയാൽ പിന്നെയും പഴയ മാതിരി തന്നെ ശിർക്കുമായിട്ട് പോകും. അപ്പൊ ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നുള്ളതിന് തെളിവല്ലേ ഇത് എന്നാ ഇവരെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഇത് ഏതുപോലെയാണ്? ഇത് ഫറോവയുടെ വിശ്വാസം പോലെയാണ്. ഫറോവയെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞില്ലേ, കടലിൽ മുങ്ങുമ്പം വിശ്വസിച്ചിട്ടുണ്ട് ഫറോവ. പക്ഷെ ആ വിശ്വാസത്തിന് യാതൊരു ഫലവും ഇസ്ലാമിലില്ല. ആപത്തിൽ അകപ്പെട്ട് മരണം മുന്നിൽ കാണുമ്പോഴുള്ള വിശ്വാസം കൊണ്ട് രക്ഷല്ല. അള്ളാഹ് പറഞ്ഞില്ലേ, വജാവസ്നാ ബി ബനീ ഇസ്രായീലൽ ബഹറ, ബനൂ ഇസ്രായേലിയരെ നമ്മൾ കടൽ കടത്തി വിട്ടു. ഫഅത്ബഅഹും ഫിർഔന വജുനൂദുഹു ബഅയം വഅദുവാ, ശത്രുതയും അക്രമവും പ്രകടിപ്പിച്ചുകൊണ്ട് ഫറോവയും പരിവാരങ്ങളും അവരെ പിന്നാലെ ആ റോട്ടിലൂടെ, കടലിലുണ്ടായ റോട്ടിലൂടെ പിന്തുടർന്നു. അങ്ങനെ ഹത്താ ഇദാ ദറക്കഹുൽ ഉറഖ്, ഫറോവക്ക് അതാ മുങ്ങിച്ചാവുകയാണ്. ഫറോവ മുങ്ങിക്കൊണ്ടിരിക്കെ കാല ഫറോവ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. എന്താ അപ്പം പറഞ്ഞത്? അപ്പയാള് പറഞ്ഞു, ആമൻതു, ഞാൻ വിശ്വസിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകൾ വിശ്വസിച്ച ദൈവമല്ലാതെ വേറെ ദൈവമില്ല. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് മുങ്ങുമ്പോ അയാൾ പറഞ്ഞു. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ജിബ്രീൽ ചോദിച്ചു, അൽ ആന വഖദ് അസൈത ഖബ്ലു വകുന്ത മിനൽ മുഫ്സിദീൻ, ഇതിനു മുമ്പ് കുഴപ്പക്കാരനും അക്രമകാരിയുമായി ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? ഈ വിശ്വാസത്തിന് ഫലമില്ല. എന്നതുപോലെ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ മറ്റുള്ള ദൈവങ്ങളെ വിട്ടു, യഥാർത്ഥ അള്ളാഹിനെ വിളിച്ചു എന്നതുകൊണ്ട് മാത്രം ഈമാനുള്ളവരായി എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടല്ല അള്ളാഹ് പറഞ്ഞത്, ഫലമ്മാ അൻജാഹും, അവരെ രക്ഷപ്പെട്ട് കരക്കെത്തിയാലോ ഇദാഹും യബൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, പിന്നെ അവർ ശിർക്കുമായിട്ട് പോവാണ്. അപ്പൊ വിശ്വാസം അല്ല എന്നുള്ളതിനാണ് ഈ ആയത്ത് തെളിവ്, വിശ്വാസം ഉണ്ടായിരുന്നു എന്നതിനല്ല. അങ്ങനെയാണ് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ സ്ഥിതി ഉണ്ടായിരുന്നത്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, ഈ ഏകനായ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ബഹുദൈവ വിശ്വാസത്തിലേക്ക് ആളുകൾ പോകുന്നു. ഇതാണെന്ന് ലോകത്ത് ഭൂരിപക്ഷവും ഏകദൈവ വിശ്വാസികളല്ല, ബഹുദൈവ വിശ്വാസികളാണ്. ആരാധിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും ഉണ്ടെന്ന വിശ്വാസം, ഇതാണ് ശിർക്ക്. ആ ശിർക്കാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കടുത്ത തെറ്റായി നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ശിർക്കിനേക്കാൾ വലിയൊരു കുറ്റം വേറെയില്ല. അത് വമ്പിച്ച തെറ്റാണ്. ഏകദൈവം, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ദൈവമായി അംഗീകരിക്കാൻ പാടുള്ളൂ, ആരാധ്യനായി അംഗീകരിക്കാൻ പാടുള്ളൂ. ഇതാണ് ഈ അധ്യായം പ്രധാനമായി മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷണം പരിചയപ്പെടുത്തുന്നു. അതേതാണ്? അല്ലാഹു സ്വമദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ അർത്ഥം അസ്വമദുല്ലദി യസ്മുദുൻ നാസു ഇലൈഹി ഫിൽ ഹവായിജ്. സ്വമദ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ആവശ്യങ്ങൾക്ക് വേണ്ടി അവലംബിക്കുന്നവൻ എന്നാണ്. സർവ സൃഷ്ടികളും അള്ളാഹുവിനെ ആശ്രയിച്ചു ജീവിക്കുന്നു എന്നാണ് അള്ളാഹു സ്വമദാണ് എന്ന് പറഞ്ഞാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകിയ മറ്റൊരർത്ഥം, ഇന്നഹുൽ മുസ്തഗ്നി അൻ കുല്ലി അഹദിൻ വൽ മുഹ്താജു ഇലൈഹി കുല്ലു അഹദിൻ. ആർക്കാണ് സ്വമദ് എന്ന് പറയാ? അൽ മുസ്തഗ്നി അൻ കുല്ലി അഹദിൻ, മറ്റൊരു സൃഷ്ടിയിലേക്കും അവന് ആവശ്യമില്ല. അതേ സമയത്ത് വൽ മുഹ്താജു ഇലൈഹി കുല്ലു അഹദിൻ, എല്ലാ സൃഷ്ടികളും ഈ അള്ളാഹിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇതാണ് അള്ളാഹ്. അപ്പൊ അള്ളാഹു ആകുമ്പോ ആരാവണം? ആർക്കെങ്കിലും ദിവ്യത്വം വെച്ചു കൊടുക്കാൻ പറ്റൂല. ആരാധ്യനാവണമെങ്കിൽ അവൻ സ്വമദീയത്തുള്ളവനാവണം. അവനെ ആശ്രയിച്ചായിരിക്കണം ബാക്കിയുള്ളവരുടെ ഒക്കെ നിലനിൽപ്പ്. അവനാവട്ടെ മറ്റ് ആരെയും ആശ്രയിക്കുന്നവനായിക്കൂടാ. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവവിശ്വാസം ഇതാണ്. അതേ സമയത്ത് മറ്റു ദൈവങ്ങളുടെ സ്ഥിതി നിങ്ങൾ നോക്കുക. ആ ദൈവങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം വേണം, നിൽക്കാൻ ഇടം വേണം,
ആ ദൈവം അതിന് രൂപമുണ്ടാക്കാൻ അതിൻ്റെ ശില്പി വേണം. ഇങ്ങനെ പലതരത്തിലുള്ള അന്യാശ്രയമുള്ളവരാണ് മറ്റു ദൈവങ്ങളെങ്കിൽ അള്ളാഹ് പരിചയപ്പെടുത്തുന്ന ദൈവം, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു ആരാണ്? അവൻ ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിച്ച് നിലനിൽക്കുന്നവനല്ല. മറ്റുള്ളതത്രയും അള്ളാഹുവിനെ ആശ്രയിച്ചു നിൽക്കുന്നതാണ്. ആ അള്ളാഹുവാണ് എല്ലാവർക്കും ഇവിടെ നിലനിൽപ്പ് ഒരുക്കി കൊടുക്കുന്നത്. അള്ളാഹു ഖിയാമും ബിന്നഫ്സ്, സ്വയം നിലനിൽപ്പുള്ളവനാണ്, മറ്റുള്ളവരിലേക്ക് ആശ്രയിച്ചല്ല. അള്ളാഹുവാണ് എല്ലാവർക്കും ശ്വസിക്കാനുള്ള ഓക്സിജൻ കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ വിശദീകരിച്ചു. കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഏത് ജീവിയുണ്ടോ അവയുടെ ഒക്കെ ഭക്ഷണം അള്ളാഹു തആല ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതൊക്കെ നൽകുന്നവനും വിതരണം ചെയ്യുന്നവനും അള്ളാഹുവാണ്. അതിന് വേണ്ട കാര്യകാരണ ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകണം. അള്ളാഹു തആല ഇവിടെ അത്ഭുതകരമായി ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു നേരത്തെ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, എങ്ങനെയാണ് നമുക്കൊരിറ്റ് വെള്ളം കിട്ടുന്നത്? നമ്മൾ വേനൽക്കാലം കഴിയാറാകുമ്പോൾ കാലാവസ്ഥാ പ്രവചനക്കാർ പറയും, ഇന്ന തീയതി മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതോടുകൂടെ നമ്മളത് കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കണ്ടേ? അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ചോദിച്ചിട്ടില്ലേ? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചില്ലേ? നിങ്ങളാണോ മേഘത്തിലൂടെ വെള്ളം വിതരണം ചെയ്യുന്നത്, അതല്ല ഞാനാണോ? അള്ളാന്റെ ചോദ്യ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തൊരത്ഭുത നമ്മൾ കാണുന്നത്. നമ്മളെ നാട്ടിൽ 6 മാസക്കാലം, വർഷക്കാലം. ഇപ്പൊ സൗദി അറേബ്യയിലേക്ക് നമ്മളെ കുടുംബക്കാരനെ ഫോൺ ചെയ്ത് വിളിച്ചാൽ അവിടെ മഴ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ കടുത്ത ചൂടാണ്. അവിടെ 6 മാസം പോയിട്ട് 6 ദിവസം പോലും തുടരെ മഴയല്ല. കൊല്ലത്തിൽ 1 or 2 മഴ കിട്ടിയെങ്കിലായി. എന്താ സൗദിയിലുള്ള ആളുകളൊന്നും വെള്ളം കുടിക്കാത്തവരാ? എന്താണ് അവിടെ മഴ പെയ്യാത്തത്? എന്താണ് ഇവിടെ 6 മാസക്കാലം തുടരെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കണം. സൗദിയുടെ മണ്ണും നമ്മുടെ മണ്ണും ഒരുപോലെയുള്ള മണ്ണല്ല. ഇവിടെ പെയ്യുന്നത് പോലുള്ള ഒരു മഴ എങ്ങാനും സൗദിയുടെ പല ഭാഗത്തും പെയ്താൽ അവിടെ ബിൽഡിങ്ങുകളൊക്കെ തകർന്നു തരിപ്പണമാകും. ജീവജാലങ്ങൾ വെള്ളം കുടിച്ച് ചത്തുപോകും. കാരണം അവിടുത്തെ മണ്ണ് ഗന്ധകമെന്ന് പറയുന്ന പ്രത്യേക ഘടകം അടങ്ങിയ മണ്ണാണ്. ആ മണ്ണിലേക്ക് പെയ്തിറങ്ങുന്ന മഴവെള്ളത്തെ കുടിച്ചു തീർക്കാൻ അവിടുത്തെ ഭൂമിക്ക് കഴിയില്ല. നമ്മുടെ ഭൂമി നമ്മളെപ്പോലെ തന്നെ എത്രയും കുടിക്കുകയും തിന്നുകയും ചെയ്യുന്ന ഭൂമിയാണ്. അതുകൊണ്ട് ഇവിടെ എത്ര മഴ പെയ്താലും പ്രശ്നമല്ല. അവിടെ ഒരു മഴ ഇവിടെ പെയ്യുന്നത് പോലെ പെയ്താൽ അപകടമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇവിടത്തെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കി മേഘം ഇവിടെ വന്ന് പെയ്യുന്നു, അവിടുത്തെ ഭൂമി മനസ്സിലാക്കി അവിടെ പെയ്യാതിരിക്കുന്നു. ഇങ്ങനെ വിവേചിച്ച് ചിന്തിക്കാനുള്ള വിവേകം ഈ മേഘക്കീറുകൾക്കുണ്ടോ? ബുദ്ധി എന്തു പറയുന്നു? ഒരിക്കലും ബുദ്ധിയില്ലാത്ത മേഘങ്ങൾക്ക് ഭൂമിയുടെ ഘടന അനുസരിച്ച് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സ്വയം തീരുമാനമെടുക്കാൻ കഴിയില്ല. പിന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവൻ ഒരാളില്ലാതെ ആരാണ്? അതൊരു മനുഷ്യനും ഇന്ന് വരെ ഞങ്ങളാണ്. ഭൂമിയിലേക്ക് ആവശ്യമായ മഴ നിയന്ത്രിക്കുന്ന അവകാശപ്പെട്ടു വന്നിട്ടില്ല. അവിടെയാണ് അല്ലാഹു തആല പറയുന്നത്, അതെ, ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലേക്ക് വെള്ളം മറക്കുന്നവൻ ആരാണ്? ഇന്നാ അല്ലാഹു പറയുന്നു, തീർച്ചയായും വഅൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറാ, മേഘത്തിലൂടെ ശുദ്ധമായ വെള്ളത്തെ ഇറക്കിത്തരുന്നവൻ നാമാകുന്നു. അങ്ങനെ ഒരു ശക്തിയില്ലാതെ ഈ ആസൂത്രിതമായ മഴ വർഷം ഇവിടെ നടക്കൂല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെ ജനങ്ങൾ ആ അള്ളാഹുവിനെ ആശ്രയിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കുടിക്കുന്ന വെള്ളത്തിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. കഴിക്കുന്ന ആഹാരത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മളിതാ ഇവിടെ ഒരു നെല്ല് കിളിർക്കുന്നു. അതിൽ പൂക്കളുണ്ട്, ആൺപൂവുണ്ട്, പെൺപൂവുണ്ട്. ആൺപൂവിന്റെ പൊടി പെൺപൂവിലെത്തണം, അതാണ് ധാന്യമായി മാറുന്നത്. തക്കാളിയും തേങ്ങയും വെണ്ടയും പച്ചമുളകും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചു കൊടുക്കണം. അത് ജീവനുള്ള വസ്തുക്കളല്ല. ആൺപൂവിന്റെ പൊടി പെൺപൂവിലെത്തണം, അതിനെന്താണ് സംവിധാനമുള്ളത്?
അല്ലാഹു തആല പറയുന്നു വൗഹാ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. തേനീച്ചകൾക്ക് അല്ലാഹു മാർഗദർശനം കൊടുത്തു, നീ കൂട് നിർമ്മിക്കണം, മരങ്ങളിലും ജനങ്ങൾ ഉണ്ടാക്കി കെട്ടിയുയർത്തിയ സ്ഥലങ്ങളിലും കൂടുണ്ടാക്കണം. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്, പിന്നെ എല്ലാ പുഷ്പങ്ങളിലും ചെന്ന് നീ തേൻ കുടിക്കണം. അല്ലാഹ് പറയാ, ആ ഓർഡർ അനുസരിച്ച് അള്ളാന്റെ നിർദ്ദേശം മാനിച്ച് തേനീച്ച തേൻ കുടിക്കാൻ വന്നതാ. ആൺപൂവിൽ ചെന്നിരുന്നപ്പോ അതിന്റെ കാലിൽ പൂമ്പൊടി അള്ളിപ്പിടിച്ചു, പിന്നെ പെൺപൂവിൽ ചെന്നിരുന്നപ്പോ അവിടെ കുടുങ്ങി. അതാണ് നമുക്കുള്ള ഭക്ഷണമായിട്ട് മാറുന്നത്. ഈ മൂന്നിനെയും പരസ്പരം അടുപ്പിച്ചു കൊടുത്ത ആസൂത്രണം നടത്തിയവൻ അല്ലാഹുവാണ്. ഇതുപോലെ കാറ്റ് മുഖേന പരാഗണം നടക്കുന്നു. അല്ലാഹു പറഞ്ഞു, പരാഗണം നടത്തുന്ന കാറ്റിനെ നമ്മൾ അയക്കുന്നു. ഇങ്ങനെ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നവനാണ് അല്ലാഹു. ഇനി ഭക്ഷണം തരുന്നത് നമുക്ക് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് തന്നെ എല്ലാവർക്കും റേഷൻ കാർഡില്ല. റേഷൻ കാർഡില്ലാത്തത്ര പെരിച്ചായികൾ ഇവിടെ ഉണ്ട്. എത്ര കുറുക്കന്മാർ, എത്ര തിമിംഗലങ്ങൾ, എത്ര ആനകൾ. ഇവർക്കൊക്കെ ആഹാരം ആരാ കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്. മഹാനായ സയ്യിദുന നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ കാലത്തുള്ള ഒരു കഥയുണ്ട്. ബഹുമാനപ്പെട്ടവർ ലോകത്തിന്റെ ചക്രവർത്തിയാണല്ലോ. ലോകത്തിന്റെ ഭരണാധികാരിയായി വാഴുമ്പം അദ്ദേഹത്തിനൊരു താല്പര്യം, ഒരു പൂതി, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു മാസക്കാലം വിരുന്നു കൂട്ടിയാൽ തിരക്കിടില്ല. കാരണം ലോകത്തിന്റെ രാജാവാകുമ്പോൾ ഒരു മാസെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ. അള്ളഹാനോട് സമ്മതം ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു, അത് നടക്കൂല സുലൈമാൻ നബി. അപ്പം പറഞ്ഞാൽ ഒരാഴ്ചക്കാലം ഞാൻ അങ്ങനെ വിരുന്നു കൊടുത്തോട്ടെ. അള്ളാഹ് പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് കഴിയില്ല, എന്നാൽ ഒരു ദിവസം കൊടുക്കട്ടെ. അള്ളാഹ് സമ്മതം കൊടുത്തില്ല. അവസാനം ഒരു നേരത്തെ വിരുന്ന് എല്ലാ ജീവികൾക്കും കൊടുക്കാൻ പരീക്ഷണാർത്ഥം അള്ളാഹ് അനുവദിച്ചത്രേ. സുലൈമാൻ നബി അലൈഹി സ്വലാം സർവ്വജീവികളെയും വിധേയപ്പെടുത്തപ്പെട്ട മഹാനാണ്. എല്ലാ പക്ഷികളെയും പറവകളെയും ഇഴജന്തുക്കളെയും അവരെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു. ജിന്നുകളുടെയും പിശാചുക്കളുടെയും മനുഷ്യരുടെയും ഒക്കെ സഹകരണത്തോടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം സമാഹരിച്ചു, ഒക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ സദ്യയുടെ ദിവസമായി. അല്ലാഹു തആല ചോദിച്ചു, സുലൈമാൻ നബി, നിങ്ങൾ എങ്ങനെ വിതരണം ചെയ്യാൻ? വിതരണവും പ്രശ്നമാവുമല്ലോ, കാരണം പല ജാതി ജീവികളാണ് വരുന്നത്. പാമ്പും കീരി ഒന്നിച്ചു വന്ന ആ ഭക്ഷണം കഴിക്കലല്ല ഓല സംഘടന ഉണ്ടാകുക. മനുഷ്യനും സിംഹമൊപ്പം വന്ന മനുഷ്യന്റെ അകത്ത് ഭക്ഷണം കഴിക്കേണ്ട ആ കുടലടക്കം പുറത്തിയാടിപ്പോവും. ഇതുപോലെ വലിയ അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ ആർക്കാ നിങ്ങൾ ആദ്യം കൊടുക്കുന്നതെന്ന് വെച്ചു. അപ്പൊ അള്ളാഹ് തന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, താരതമ്യേനെ കുഴപ്പക്കാരല്ലാത്ത ജീവികളാണ് കടലുള്ള, അവർക്ക് കൊടുത്തോളിന്ന്. അങ്ങനെ ആയിക്കോട്ടെ. വളണ്ടിയർമാരൊക്കെ റെഡിയായി. ഒരു പ്രദേശം ആകെ എയർ കണ്ടീഷനാക്കി കാറ്റിന് വിധേയപ്പെടുത്തപ്പെട്ട നബിയാണ്. അതനുസരിച്ച് കാറ്റ് സംവിധാനം ചെയ്തു. ഭക്ഷണങ്ങളൊക്കെ നശിക്കാതെ ശേഖരിച്ചു. അങ്ങനെ ഒരു തിമിംഗലത്തെ വിളിച്ച് അള്ളാഹ് പറഞ്ഞു, തിമിംഗലമേ, ഇന്ന് നിന്റെ ഭക്ഷണം സുലൈമാൻ നബിന്റെ വിരുന്നാണ് കേട്ടോ, അവിടെ പോയിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ വളണ്ടിയർമാരൊക്കെ ഇങ്ങനെ ക്യൂ നിന്ന് റെഡിയായി. ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ അതിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഈ തിമിംഗലം പതുക്കെ വന്നിട്ട് മുനിസിപ്പാലിറ്റിന്റെ വണ്ടി വന്ന മാതിരി എല്ലാം ഒരൊറ്റ വലിക്ക് ഞൊടിയിട കൊണ്ട് അകത്താക്കി. അപ്പോഴാണ് സുലൈമാൻ നബി ചോദിച്ചു, ഇതെന്ത് മര്യാദക്കേടാണ്? ഈ ഭൂമിയിലുള്ള സർവ്വജീവികൾക്കും എന്ന് കരുതി ഞങ്ങൾ ശേഖരിച്ച വിഭവങ്ങളെല്ലാം ഞൊടിയിട കൊണ്ട് നീ നിന്റെ കുടവയറ്റിലേക്ക് കയറ്റിയില്ലേ? അപ്പൊ ഈ തിമിംഗലത്തിന്റെ തിരിച്ചു ചോദ്യം, ഇത് ആതിഥേയ മര്യാദയല്ല നബിയെ, എങ്ങനെയല്ല മര്യാദ? ഒരാളെ വിരുന്നിന് വിളിച്ചിട്ട് വിളമ്പിയ ഭക്ഷണം തിന്നു കഴിഞ്ഞാൽ വീണ്ടും വിളമ്പി കൊടുക്കുക വേണ്ടത്. എന്തേ തിന്നെന്ന് ചോദിച്ചത് ശരിയല്ല. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ബോധ്യപ്പെട്ടു. സുജൂദിലായി വീണു പടച്ചവനോട് കരഞ്ഞു പറയുന്നു, പടച്ചവനെ, നീ എന്നോട് പൊറുക്കണം. നോക്കൂ നിങ്ങൾ, മനുഷ്യർ കാണാത്ത എത്ര ഭീകര ജീവികളുണ്ട്, കോടിക്കണക്കായ ജന്തുക്കളുണ്ട്, സസ്യങ്ങളുണ്ട്. ഇവർക്കൊക്കെ ആവശ്യമായ വെള്ളം കൊടുക്കുന്നവൻ അല്ലാഹു. ആ അല്ലാഹു അവൻ അസ്വമദാണ്. അവനെ ആശ്രയിച്ചാണ് ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നിലനിൽക്കുന്നത്. അതേ സമയത്ത് ഈ അല്ലാഹുവിന് മറ്റൊരാളിലേക്കും ഒരു തരത്തിലുള്ള ആശ്രയമില്ല. അള്ളാഹ്ക്ക് വേറൊരാൾ ആശ്രയിക്കേണ്ട ആവശ്യമല്ല. ഇനി നിങ്ങൾ ആലോചിച്ചു, ആ ആശ്രയമില്ലാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പിന്നെ സൃഷ്ടികളുമായി ഒരു തരത്തിലുള്ള ബന്ധമുള്ളവനാകാൻ പാടില്ല. കാരണം സൃഷ്ടികളിലേക്ക് ഒരാവശ്യമില്ല.
ആ സൃഷ്ടികളുമായി അള്ളാഹുക്കുള്ള ബന്ധം എന്താ? അവൻ അവരുടെ സ്രഷ്ടാവും അന്നദാതാവും സംരക്ഷകനുമാണ് എന്ന ബന്ധമാണ്. അല്ലാതെ കുടുംബബന്ധോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുബന്ധോ ഇതൊന്നും അള്ളാഹുവിന് സൃഷ്ടികളുമായില്ല. അതോടൊപ്പം തന്നെ അള്ളാഹുവിന് നിലനിൽക്കാൻ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇതുകൊണ്ടാണ് പല ആളുകൾക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ചില ആളുകളുണ്ട്, അവരെ വിശ്വാസം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവർ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തി കളഞ്ഞു. അള്ളാഹുവിനെ മറ്റുള്ളവരോട് തുല്യപ്പെടുത്താൻ പാടില്ല. കാരണം അള്ളാഹു മറ്റുള്ളതിനെ ഒന്നിനും ആശ്രയിച്ച് ജീവിക്കുന്നവനല്ല. ആ വിഷയമാണ് പിന്നീട് അള്ളാഹു തആല വിശദീകരിക്കുന്നത്. കൂട്ടത്തിൽ അല്ലാഹു പറയുന്നു, ചില ആളുകൾ അള്ളാഹുവിനെ തെറ്റുദ്ധരിച്ചു. യഥാർത്ഥ ദൈവം ആരായിരിക്കണം? അവൻ ഏകനായിരിക്കണം എല്ലാ അർത്ഥത്തിലും. അതോടൊപ്പം മറ്റുള്ളവരെ ആശ്രയിക്കാത്ത, ബാക്കിയുള്ളവരൊക്കെ അവനെ ആശ്രയിക്കുന്ന സ്ഥിതി ഉണ്ടാവണം. ഇതാണ് ദൈവത്തിനുണ്ടാകേണ്ട യഥാർത്ഥ ഗുണമെന്ന് വിവരിച്ചതിനു ശേഷം ചില ആളുകൾക്ക് സംഭവിച്ച അബദ്ധങ്ങളെ അല്ലാഹു തആല ഒന്ന് രണ്ടെണ്ണം എണ്ണി പറയാണ്. അതേതാ? ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഒന്നാമതായി അല്ലാഹു പറയുന്നു, ലം യലിദ്, അല്ലാഹു സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അല്ലാഹു സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, ആ അള്ളാഹുവിന് ഇവിടെ ആരും പ്രസവിക്കപ്പെട്ടതും അല്ല. ഇത് അറബികളിലെ മുശ്രിക്കീങ്ങളെയും അതുപോലെ യഹൂദന്മാരുടെയും നസാറക്കാരുടെയും ഒക്കെ വിശ്വാസത്തെ അള്ളാഹു തആല തള്ളിക്കളയാണ്. കാരണം എന്താ? മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, വഖാലു തഖദല്ലാഹു വലദാ, അള്ളാഹു മക്കളെ ഉണ്ടാക്കി, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണത്രേ. സുബ്ഹാനഹു ബല്ലഹു മാഫിസ് സമാവാതി വൽ അർളി കുല്ലുല്ലഹു ഖാനിതൂൻ. അല്ലാഹ് പറയുന്നു, മഹാ അത്ഭുതം, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. ബല്ലഹു മാഫിസ് സമാവാതി വൽ അർളി, അള്ളാഹ്ക്ക് എന്തിനായി പെൺകുട്ടികൾ? ആകാശഭൂമികളും സർവവും അള്ളാഹ്ക്ക് ഉടമപ്പെട്ടതല്ലേ? അവയൊക്കെ അല്ലാഹ് പറയും പോലെ ചലിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ആ അള്ളാഹ്ക്ക് പിന്നെ പെൺമക്കൾ ആവശ്യം എന്താണ്? ആൺമക്കൾ ആവശ്യം എന്താണ്? ഈ വിശ്വാസം അല്ലാഹ് നിരാകരിക്കുന്നു. അതുപോലെ തന്നെ ജൂതന്മാര് പറഞ്ഞു, വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, അള്ളാഹിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹിന്റെ പുത്രനാണെന്ന് അവർ ആരോപിച്ചു. വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, നസാറക്കൾ പറഞ്ഞു, അതെ, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ മകനാണ്. ഇതിനെയും അല്ലാഹു തആല നിരാകരിച്ചു. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഇതാ അള്ളാഹുവിന് മക്കൾ ഉണ്ടെന്ന് പറഞ്ഞവരെ, അതുപോലെ തന്നെ മറ്റൊരിടത്ത് ക്രിസ്ത്യാനികൾ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം അള്ളാഹ് തന്നെ ആരാണ്? മറ്റൊരാളെ മകനാണ്. അതാണ് വലം യൂലദ്, അള്ളാഹിനെ പ്രസവിക്കപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, മറിയം ബീവി പ്രസവിച്ച ഈസയാണ് അള്ളാഹു എന്ന് ദൈവമെന്ന് ചിലര് പറഞ്ഞു. അത് അബദ്ധമാണ്, അവർ കാഫിറായി പോയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ അള്ളാഹിനെ ഇവിടെ ആരും പ്രസവിച്ചിട്ടില്ല, അള്ളാഹ് ആരെയും ഉൽപ്പാദിപ്പിച്ചിട്ടുമില്ല, ഒരാൾക്കും അള്ളാഹ് ജന്മം നൽകിയിട്ടില്ല, അള്ളാഹുവിൽ നിന്ന് മറ്റൊരാൾ ഇവിടെ പിരിഞ്ഞുണ്ടായിട്ടില്ല. ആ വിശ്വാസത്തെ ഒക്കെ നിരാകരിച്ചതിന് ശേഷം ഈ അർത്ഥത്തിലുള്ള യാതൊന്നും അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇതിന്റെ ഒരു വ്യാഖ്യാനം എന്നോണം അള്ളാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലനോട് തുല്യനായി യാതൊന്നുമില്ല. അള്ളാഹുവിനോട് ഒരർത്ഥത്തിലും തുല്യത സങ്കല്പിക്കാനേ പാടില്ല എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. കാരണം ഒന്ന് മറ്റൊന്നിനോട് തുല്യതയാവൽ മൂന്നാലൊരു രീതിയിലാണ്. ഒന്നുകിൽ മകനായി വരിക, മകനാകുമ്പോൾ ബാപ്പയായിട്ട് തുല്യത ഉണ്ടാവും, അല്ലെങ്കിൽ വാപ്പയായിട്ട് വരിക, അപ്പൊ മക്കളുമായിട്ട് അതിന് സാമ്യത ഉണ്ടാവും. ഇതല്ലെങ്കിൽ നളീർ, ഇത് പോലോത്തത് വേറെ ഒന്നുണ്ടാകുക. ഈ മൂന്നർത്ഥത്തിലും അള്ളാഹുവിന് പങ്കുകാരില്ല എന്നാണ് അവസാനത്തെ വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ യാതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു തടിയുള്ളവനല്ല. അള്ളാഹുവിന് ജിസ്മ്, ഒരു തടി സങ്കല്പിക്കാൻ പാടില്ല. അവയവങ്ങൾ അള്ളാഹ്ക്കുണ്ട് എന്ന് പറയാൻ പാടില്ല.
ഇരിക്കാനും നിൽക്കാനും ഒരു ഇടം വേണമെന്ന് അള്ളാഹിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പാടില്ല. ഇടത്തും വലത്തും മുന്നും പിന്നും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ അള്ളാഹിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവനെ പരിചയപ്പെടുത്തി പറയുന്നത് ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു. ആരാണ് അള്ളാഹു? ഹുവൽ അവ്വലു, അവൻ ഉണ്ടായതിന് തുടക്കമില്ലാത്തവനാണ്. നമുക്കൊക്കെ ഒരു ജനന തീയതിയുണ്ട്. പടച്ചോൻ എന്തുണ്ടായി? ആ ചോദ്യം തന്നെ അള്ളാഹിനെ സംബന്ധിച്ച് അസംഭവ്യമാണ്. അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല. കാരണം അള്ളാഹു ഉണ്ടായതിന് തുടക്കമില്ല. വൽ ആഖിറു, അള്ളാഹു അനന്തനാണ്, ഒരിക്കലും അന്ത്യമില്ലാത്തവനാണ്. അതോടൊപ്പം അള്ളാഹ് പറഞ്ഞു ലൈസ കമിസ്ലിഹി ശൈഅ്, അള്ളാഹിനെ പോലെ യാതൊന്നുമില്ല. അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയതാണ്. ഇതുപോലെ ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹു സർവ്വലോകത്തെ തൊട്ടും ഐശ്വര്യവാനാണ്. അവന് നിൽക്കാൻ ഒരിടം വേണ്ട, അവനെ താങ്ങി നിർത്താൻ ആള് വേണ്ട, അവനിരിക്കാൻ ഒരു കസേര വേണ്ട. 14ഓളം സ്ഥലത്ത് അല്ലാഹു തആല അവൻ ലോകത്തെ തൊട്ട് ഐശ്വര്യവാനാണ് എന്ന അർത്ഥത്തിൽ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം ഈ ആയത്തുകളുടെ വെളിച്ചത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു നിലക്കും തുല്യതയുള്ളവൻ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് ശിർക്കിലേക്കും കുഫറിലേക്കും നമ്മളെ കൊണ്ടുപോകും. എന്തുകൊണ്ട് പാടില്ല? അള്ളാഹ്ക്ക് ഒരു സ്ഥലം ഉണ്ടായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു കാനല്ലാഹു വലം യകുൻ ശൈഉൻ ഗൈറുഹു, അള്ളാഹു പണ്ടേ ഉള്ളവനാണ്. വലം യകുൻ ശൈഉൻ ഗൈറുഹു, അന്ന് അള്ളാഹിന്റെ കൂടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം കാനല്ലാഹു വലം യകുൻ മഅഹു ശൈഉൻ, അള്ളാഹു പണ്ടേ ഉണ്ട്, അന്നൊന്നും അവന്റെ കൂടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സൃഷ്ടികളെ, പ്രപഞ്ചത്തെ അല്ലാഹു തആല പിന്നീട് സൃഷ്ടിച്ചതാ. അപ്പൊ അവ ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ടല്ലോ. അന്ന് അള്ളാഹു എവിടെയാണോ അവിടെ തന്നെയാണ് ഇപ്പോഴും. അല്ലാഹു തആലക്ക് ഒരു സ്ഥലം അവന്റെ സൃഷ്ടിയുടെ മേലെ നിൽക്കുക എന്നൊന്നും അള്ളാഹിനെ പറ്റി പറയാൻ പറ്റൂല. ഇന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ഒരു ചെറിയ വിഭാഗം, അവര് പരിശുദ്ധ ഖുർആനിൽ വന്ന ചില പരാമർശങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലാണെന്ന് പറയുന്നവർ, ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നവർ, അള്ളാഹ്ക്ക് കയ്യും കണ്ണും കാലും മൂക്കും കാതുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നവർ, ഇങ്ങനത്തെ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ചില ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ അബദ്ധജടിലമായ വിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ട് തന്നെ ആ തെറ്റിദ്ധാരണകൾ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ തിരുത്തേണ്ടത് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ചുരുക്കി പറയട്ടെ, അവർ തെറ്റിദ്ധരിച്ചത് ചില ആയത്തുകളുടെ കാര്യത്തിലാണ്. അല്ലാഹു തആല ഒരിടത്ത് പറയുന്നു അഅമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികും, ആകാശത്തിലുള്ളവൻ നിങ്ങളെ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാകുന്നുണ്ടോ എന്ന് അള്ളാഹ് ചോദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹ് ആകാശത്താണുള്ളത് ഒരു ദുർവ്യാഖ്യാനം അതാ. മറ്റൊന്ന് മറുപടി നമുക്ക് പറയാം. മറ്റൊന്ന് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിൽ ഉള്ളവൻ, അവരൊക്കെ അർത്ഥാണ്, ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. അപ്പൊ അള്ളാഹ് ആകാശത്തിലാണെന്നല്ലേ. മറ്റൊരു തെളിവ് മാമിൻ റജുലിൻ യദഉ ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഏതൊരു ഭർത്താവും തന്റെ ഭാര്യയെ തന്റെ സമീപത്തേക്ക് വിളിച്ചു, ഫഅബാ അലൈഹി, ഭാര്യ വിസമ്മതിച്ചാൽ, ഇല്ലാ കാനല്ലദീ ഫിസ്സമാഇ സാഖിത്തുൻ അലൈഹാ ഹത്താ യർളാ അൻഹാ, ആ ഭർത്താവ് അവളെ തൊട്ട് പൊരുത്തപ്പെടുന്നത് വരെ ആകാശത്തിലുള്ളവൻ അവളെ മേൽ കോപിച്ചിരിക്കും. അപ്പൊ അല്ലാഹ് ആകാശത്തല്ലേ എന്നാണ് അവരുടെ ഇതിനൊക്കെയുള്ള വ്യാഖ്യാനം. അപ്പൊ അല്ലാഹു തആല ആകാശത്താണ് ആകാശത്താണ് എന്ന് ഈ ആയത്തുകളെ തെറ്റിദ്ധരിച്ചവർ പറയുന്നു. അതുപോലെ തന്നെ യദുല്ലാഹി ഫൗക ഐദിഹിം, അള്ളാഹുവിന്റെ കൈ അവരെ കൈയിന്റെ മേലുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് കൈയുണ്ടോ എന്ന് പറയാം. അള്ളാഹ്ക്ക് കണ്ണുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ സൃഷ്ടികളോട് തുല്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്ന വിഭാഗം ഇന്ന് മുസ്ലിം സമുദായത്തിലുണ്ട്. ഇവിടെ നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ടത്, നമ്മൾ ഭാഷയെ സംബന്ധിച്ച് ഒന്ന് പഠിക്കണം. ഭാഷക്ക് ഒരു പരിമിതിയുണ്ട്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ മനുഷ്യരുടെ നാവിലൂടെ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കൊരിക്കലും സാധ്യമല്ല. ഭാഷാർത്ഥത്തിലുള്ളതൊക്കെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് അങ്ങ് സങ്കല്പിക്കുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ ഖുർആനിലല്ലേ അൻത, അള്ളാഹിനെ പറ്റി അൻത എന്നുണ്ട്, അൻഅംത അലൈഹിം എന്ന് പറയുന്നത്, നീ അനുഗ്രഹം ചെയ്ത. ഈ അൻത എന്ന് അറബി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീ എന്ന.
നീ എന്ന് നമ്മൾ മലയാളത്തിൽ തന്നെ പറഞ്ഞ അതിന്റെ സാരെന്താ? നീ എന്ന് പറഞ്ഞാൽ സ്ഥലത്തുള്ള ഒരു പുരുഷൻ എന്ന അർത്ഥത്തിലാണ് സാധാരണ നമ്മൾ അറബിയിൽ അൻത എന്ന് പറയാ. പെണ്ണാണെങ്കിൽ അൻറ്റി എന്ന് പറയും. അങ്ങനെ പറയുമ്പം അള്ളാഹു താല ആണാന്ന് പറയേണ്ടി വരൂലേ? അൻത എന്ന് പറഞ്ഞാൽ നീ എന്ന് പറയുമ്പോൾ അള്ളാഹു ആണാന്ന് പറയേണ്ടി വരും ഭാഷാർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ കുൽ ഹു അല്ലാഹു അതിൽ ഹുവ എന്ന് പറയുന്നത് അവൻ. അവൻ എന്ന് പറഞ്ഞാൽ അവൾ എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. അപ്പൊ അവൻ എന്ന് പറയുമ്പോൾ അള്ളാഹു താല ആണാണെന്ന് പറയേണ്ടി വരും. ആണ് പെണ്ണ് എന്ന വിശേഷണം അള്ളാഹ്ക്ക് പറയാൻ പറ്റുമോ? അള്ളാഹു ആണാന്ന് പറയാൻ പറ്റുമോ? പെണ്ണാന്ന് പറയാൻ പറ്റുമോ? ഒക്കെ സൃഷ്ടികളുടെ സ്വഭാവമല്ലേ. പക്ഷേ ഭാഷക്ക് അങ്ങനെയല്ലാതെ പരിചയപ്പെടുത്താൻ കഴിയില്ല. ഭാഷയുടെ പരിമിതി ഉൾക്കൊള്ളാതെ ആയത്തുകളുടെ ബാഹ്യാർത്ഥം വെക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അപ്പം ഭാഷയുടെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാണ് വേണ്ടത്. ഒന്നാമത്തെ മറുപടി ഇതാണ്. ഭാഷാപരമായ ഈ പരിമിതി അത് വെച്ചുകൊണ്ടാണ് ഈ പ്രയോഗം വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനോട് തുല്യമായി യാതൊന്നുമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അള്ളാഹു അവന്റെ സൃഷ്ടിയിൽ നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, അവന് ഭാഗം ഉണ്ടാകാൻ പാടില്ല, ശരീരം ഉണ്ടാകാൻ പാടില്ല, അവയവം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യമൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ഈ ആയത്തുകൾക്ക് നമ്മൾക്ക് കൊടുക്കാവുന്ന അർത്ഥങ്ങൾ ഏതാണ്? അത് നമുക്ക് അള്ളാഹുവിനോട് യോജിച്ച രീതിയിലുള്ള അർത്ഥങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ പറഞ്ഞു അള്ളാഹു തആലക്ക് ഇത് സൃഷ്ടികളോട് അള്ളാഹു തആല ഒരിക്കലും സാമ്യമുള്ളവനാവാൻ പാടില്ല. അതല്ലാത്ത രീതിയിലുള്ള അർത്ഥങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഇപ്പം പണ്ഡിതന്മാർ കൊടുത്തത് അമിൻതും മംഫിസ്സമായി യഖ്സിഫ ബിക്കും, ആകാശത്തിലുള്ളവർ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും എന്ന് പറഞ്ഞത് അള്ളാഹിനെ പറ്റിയല്ല, ആകാശത്തിലുള്ള മലക്കുകളാണല്ലോ സാധാരണ ഇതൊക്കെ ചെയ്യല്. അള്ളാഹു തആല അവരെയാണ് ഏൽപ്പിച്ചത്. ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള മലക്കുകൾ വന്നിട്ട് ഒരുപാട് ജനതയെ നശിപ്പിച്ചു കളഞ്ഞത്. ആകാശത്താണ് മലക്കുകളുടെ ഓഫീസുകളും കേന്ദ്രങ്ങളും ഒക്കെ എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചാണ് അവിടെ ആകാശത്തിൽ എന്ന് പറഞ്ഞത്. അതുപോലെ ഇനി അതല്ല അള്ളാഹിനെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്തേ ഉള്ളൂ? ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ കൂടി ആധിപത്യമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ ആകാശത്തിൽ ഇരിക്കുന്നവൻ എന്നല്ല. ഇതേ പ്രകാരം തന്നെയാണ് ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക, ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പറഞ്ഞാൽ മലക്കുകൾ നിങ്ങൾക്കും കരുണ കാണിക്കും. അതല്ലെങ്കിൽ ആകാശത്തിന്റെ ആധിപത്യമുള്ള അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. ഇതാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ അർത്ഥം വെച്ചിട്ടില്ലെങ്കിൽ എന്താ വരാൻ പോകുന്നത്? വേറെ ഒരുപാട് ആയത്തുകൾക്ക് നമ്മൾ ബാഹ്യാർത്ഥം വെച്ചാൽ ഇതിനേക്കാൾ വഷളാവും. നോക്ക്, നിങ്ങൾ അള്ളാഹ് പറയുന്നു വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹ് നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ അള്ളാഹ് ആകാശത്താന്ന് പറഞ്ഞാൽ അള്ളാഹ് പിന്നെ എവിടെയും വരേണ്ടി വരും? നമ്മളെല്ലാരെയും കൂടെയും വരേണ്ടി വരും. അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റും ബാഹ്യാർത്ഥം? ഇല്ല. അപ്പൊ അള്ളാഹു നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു നിങ്ങളെ സഹായിച്ചുകൊണ്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് അതിന് അർത്ഥം വെക്കേണ്ടത്. ഭാഷയെ നമ്മളങ്ങനെ മനസ്സിലാക്കണം. അതുപോലെ വല്ലാഹു ഫിസ് സമാവാതി വൽ അർള്, മറ്റൊരു അധ്യായത്തിൽ കാണാം അവൻ അള്ളാഹു ആണ്, ആകാശത്തിലും അള്ളാഹു ആണ്, ഭൂമിയിലും അള്ളാഹാണ്. അപ്പൊ അള്ളാഹു ആകാശത്തിലുണ്ട് ഭൂമിയിലും ഉണ്ട് എന്ന് പറയേണ്ടി വരൂലേ? അപ്പം അതിന്റെ അർത്ഥം എന്താ? ആകാശത്തിലും ഭൂമിയിലും ആരാധിക്കപ്പെടുന്നവനാണ് അള്ളാഹു എന്നാണ്. ഇതുപോലെ ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് സുന്നത്ത് നിസ്കാരത്തിൽ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹിന്റെ വജ്ഹ് ഉണ്ടാകും എന്നുണ്ട്. അപ്പൊ അള്ളാഹു എല്ലാ ഭാഗത്തുണ്ട് എന്ന് പറയേണ്ടി വരൂലേ? അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ഏത് ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞാലും അത് അള്ളാഹ് സ്വീകരിക്കും, നിങ്ങളെ ഖിബലയായി അള്ളാഹു തആല അംഗീകരിച്ചു എന്നതാണ്. അതുപോലെ വത്വഹിർ ബൈതിയ ലിത്വായിഫീൻ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്റെ വീടിനെ ശുദ്ധീകരിക്കണം, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി ശുദ്ധീകരിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പൊ എന്റെ വീട് എന്ന് അള്ളാഹ് പറയുമ്പോൾ അള്ളാഹ് കാബന്റെ ഉള്ളിലാന്ന് പറയേണ്ടി വരൂലേ? അങ്ങനെ അർത്ഥം പറയാൻ പറ്റുമോ? അപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അള്ളാഹ് പ്രതീകമായി വെച്ച ഭവനം എന്നതിന് അർത്ഥമുള്ളൂ. അതുപോലെ തന്നെ വേറെ ഒരുപാട് ആയത്തുകൾ ഫഇന്നല്ലാഹ ഖിബല വജ്ഹിഹി ഇദാ സ്വല്ലാഹ്, നബിതങ്ങൾ പറഞ്ഞു അല്ലാഹു തആല നീ എപ്പം നിസ്കരിച്ചാലും നിന്റെ മുമ്പിൽ അല്ലാഹു തആല ഉണ്ടാകുന്ന നബിതങ്ങൾ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളെ മുമ്പിൽ അള്ളാഹ് വന്ന് നിൽക്കുന്നാണോ? അല്ല, അതിനെ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന അർത്ഥത്തിലാണ്. അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരടിമ അല്ലാഹുവോട് ഏറ്റവും അടുക്കുന്നത് സുജൂദിലായി കിടക്കുമ്പോഴാണ്. അപ്പൊ അല്ലാഹു നമ്മളെ സുജൂദിന്റെ ആ മണ്ണിന്റെ അടിയിലുണ്ട് എന്നാണോ അർത്ഥം? അല്ല. അപ്പൊ ഇതൊക്കെ എന്താണ്?
അതിനതിൻ്റെതായ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഇങ്ങനെ തോന്നിപ്പിക്കുന്ന ആയത്തുകൾക്ക് ബാഹ്യാർത്ഥം കൊടുത്ത് ഭീമാബദ്ധങ്ങൾ സംഭവിച്ച് അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തരുത്. അതാണ് അള്ളാഹ് പറഞ്ഞത്, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്യാദി അർത്ഥങ്ങൾ വരുന്ന ആയത്തുകൾക്ക് ഹദീസുകൾക്കും അവർ പറയുന്ന പേര് ഇത് മുശബ്ബഹായ ആയത്തുകൾ എന്നാണ്. ഈ ആയത്തുകൾക്ക് കൊടുക്കേണ്ട വിശദീകരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സ്വഹാബത്തൊക്കെ വിശദീകരിച്ചതുപോലെ അവർ പറഞ്ഞു. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, യൻസിലു റബ്ബുനാ തബാറക വ തആല. ബാഹ്യാർത്ഥം പറയുമ്പോൾ സർവശക്തനായ അള്ളാഹു, അനുഗ്രഹീതനായ അള്ളാഹു ഒന്നാനാകാശത്തിലേക്ക് വരും എന്ന് അർത്ഥം തോന്നിപ്പിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാൻ പറഞ്ഞു, ഹാദൽ ഹദീസു മിൻ അഹാദീസി സിഫാത്തി, ഇത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഹദീസുകളിൽ പെട്ടതാണ്. വഫീഹി മദ്ഹബാനി മശ്ഹൂറാനി, ഇതിൽ പ്രസിദ്ധമായ രണ്ടഭിപ്രായമുണ്ട് ലിലുലമ, പണ്ഡിതന്മാർക്ക്. അഹദുഹുമാ, അതിലൊന്ന് വഹുവ മദ്ഹബു ജുംഹൂരി സലഫി, അത് ഭൂരിഭാഗം സലഫു സ്വാലിഹീങ്ങളുടെ അഭിപ്രായവും, വബഅദുൽ മുത്തക്കല്ലിമീന, അതുപോലെ നമ്മുടെ വിശ്വാസ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരിൽ ചിലരുടെയും അഭിപ്രായമാണത്. അതെന്താണ്? അന്നഹു യുഅ്മിനു ബി അന്നഹാ ഹഖ്ഖുൻ അലാ മാ യലീഖു ബില്ലാഹി തആല, അല്ലാഹുവിനോട് യോജിച്ച രീതിയിലുള്ള ഒരു നുസൂല് ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. അതേ സമയത്ത് വ ഇന്ന ളാഹിറഹൽ മുതആറഫ ഫി ഹഖിനാ, നമുക്ക് പരിചയമുള്ള ഒരു നുസൂൽ ഉണ്ടല്ലോ, നുസൂല് എന്ന് പറഞ്ഞാൽ മേലെ നിന്ന് താഴോട്ട് ഇറങ്ങാന്ന, അത് വൈറ മുറാദിൻ, ഒരിക്കലും അത് ഉദ്ദേശമല്ല. അപ്പൊ അള്ളാഹു ഇറങ്ങുന്നവനാണ് എന്ന് അതിന് അർത്ഥം പറയാൻ പറ്റൂല. ഇറങ്ങാന്ന് നമ്മൾ പറയുമ്പോ അതിന്റെ ഉദ്ദേശം എന്താ? മേലെ നിന്ന് താഴോട്ട് വരലാണ്. അങ്ങനത്തെ ഒരു അർത്ഥം വെക്കാതെ അള്ളാഹ്ക്ക് ഒരു നുസൂൽ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. വലാ യതകല്ലമു ഫീ തഅ്വീലിഹ, അതേ സമയത്ത് അതിനെ വ്യാഖ്യാനിച്ചൊന്നും പറയണ്ട. മാ ഇത്തിഖാദി തൻസീഹില്ലാഹി തആല അൻ സിഫാത്തിൽ മഖ്ലൂഖി വഅനിൽ ഇന്തിഖാലി വൽ ഹറകാത്തി വസൈരി സുമാത്തിൽ ഖൽഖി, അള്ളാഹുവിനെ പരിശുദ്ധനാക്കണം. എന്തിനെ തൊട്ടെല്ലാം? സൃഷ്ടികളുടെ എല്ലാ ഗുണങ്ങളെ തൊട്ടും. അത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുക, ചലിക്കുക, ഇതുപോലുള്ളതൊന്നും ഇനി നമ്മൾ സങ്കല്പിച്ചുകൂടാ. അതൊന്നും സങ്കല്പിക്കാതെ അള്ളാഹ്ക്ക് ഒരു നുസൂലുണ്ട്, അതിന്റെ അർത്ഥം എന്താന്ന് നമുക്ക് തന്നെ അറിയില്ല, ബാഹ്യാർത്ഥട്ട് വെക്കാനും പറ്റൂല. ഈ ഒരു നിലപാടാണ് സലഫു സ്വാലിഹ്യങ്ങളിൽ ഭൂരിപക്ഷവും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി എന്തും മറ്റൊരഭിപ്രായം വസാനി മദ്ഹബു അക്സരിൽ മുത്തക്കല്ലിമീന, അത് ഭൂരിഭാഗം വരുന്ന വിശ്വാസശാസ്ത്ര പണ്ഡിതന്മാര് അവരഭിപ്രായമാണ്. വജമാഅത്തി മിന സലഫി, സലഫു സ്വാലിഹ്യങ്ങൾ പെട്ട ഒരു പറ്റം പണ്ഡിതന്മാരെയും അഭിപ്രായം തന്നെയാണ്. സലഫുകൾ ഈ കൂട്ടത്തിൽ ഇല്ല എന്നല്ല, അവർക്കും ഉണ്ട് ഈ അഭിപ്രായം. അതെന്താ? വഹുവ മഹ്കിയുൻ ഹുന അൻ മാലിക്കിൻ വൽ ഔസായി, അത് ഇമാം മാലിക്കും ഔസായിയും ഒക്കെ അവരെ തൊട്ടൊക്കെ ഹിക്കാത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നഹാ തുതഅവ്വലു അലാ മാ യലീഖു ബിഹാ ബിഹസ്ബി മവാത്തിനിഹാ, ആ ഹദീസുകളും ആയത്തുകളും വന്ന സന്ദർഭത്തിനനുസരിച്ച ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പം അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് ബാഹ്യാർത്ഥം തോന്നിപ്പിക്കുന്ന ഹദീസിന് അള്ളാഹിന്റെ അനുഗ്രഹം വരും എന്നാണ് അർത്ഥം കൊടുക്കാൻ നല്ലത്. ആ രീതിയിൽ യോജിച്ച അർത്ഥമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അള്ളാഹുവിന് തടിയുണ്ട്, അവന് ശരീരമുണ്ട്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നവനാണ്, ഇരിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹു മറ്റുള്ള സൃഷ്ടികളെ ആശ്രയിക്കുന്നവനാണെന്ന് പറയുന്നതിന് തുല്യമാകും. ഇത് അള്ളാഹിനെ പറ്റി പറഞ്ഞുകൂടാ. ഞാൻ അവസാനിപ്പിക്കാൻ ഒറ്റ കാര്യം കൂടി, ഇങ്ങനെയുള്ള വിശ്വാസക്കാരെ പറ്റി മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ നിലപാട് വ്യക്തമാക്കുന്നു. യഅലം അന്നൽ മുജസ്സിമ ഫരീഖാനി, അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് വാദിക്കുന്നവർ രണ്ട് വിഭാഗമുണ്ട്. ഫരീഖുൻ, ഒരു വിഭാഗം, യഅ്തഖിദു അന്നല്ലാഹ തആല ജിസ്മുൻ കസായിരിൽ അജ്സാം, അള്ളാഹു തആല മറ്റ് ജഡങ്ങളെ പോലെ ശരീരമുള്ളവനാണ് എന്ന് വാദിക്കുന്നവരാണ്. വഹാദാ ലാ ഖിലാഫ ഫീ കുഫ്രിഹി, അവൻ കാഫറാണെന്നതിൽ തർക്കമില്ല. വഫരീഖുൻ, മറ്റൊരു വിഭാഗം, യഅ്തഖിദു, അവർ വിശ്വസിക്കുന്നു, അന്നഹു തആല ജിസ്മുൻ, അല്ലാഹു തആല തടിയുള്ളവനാണ്, ലാകിൻ ലാ കസായിരിൽ അജ്സാം, പക്ഷേ മറ്റുള്ള തടിയെ പോലുള്ള തടിയല്ല. തടിയുണ്ട്, അള്ളാഹ്ക്കും ശരീരമുണ്ട്, മറ്റുള്ള ശരീരം പോലെയല്ല
എന്നാണ് അവർ പറയുന്നത്. ബൽ ജസ്മുൻ യലീഖു ബിഹി, അള്ളാഹിനോട് യോജിച്ചൊരു തടി അള്ളാഹ്ക്കുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. വഹാദാ, ഇവരും മുഖ്തലഫും ഫീ കുഫ്രിഹി, അതും കുഫ്റാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കുഫ്റാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് ഒരു തരത്തിലുള്ള ജിസ്മ്, ശരീരമോ അവയവമോ മറ്റുള്ള ഒരു സൃഷ്ടിയിലേക്ക് ആശ്രയമോ ഉണ്ടെന്ന് വിശ്വസിക്കൽ ഇസ്ലാം പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ ലക്ഷണമല്ല. അള്ളാഹു ഏകനാണ്, അവന് എട്ടുകാരുമില്ല, അവന് പങ്കാളില്ല, അവന് അന്യാശ്രയമില്ല, അവനെ ആരും ഇവിടെ ഉൽപ്പാദിപ്പിച്ചതല്ല, അവനൊരു കുഞ്ഞനും ജന്മം നൽകിയിട്ടില്ല. എല്ലാ സൃഷ്ടികളോടും അതുല്യനായ സർവശക്തനായ അള്ളാഹു, ആ അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്, അവനാണ് ആരാധ്യൻ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ വേറെ ദൈവമില്ല, ആരാധ്യനില്ല. ഈ ഉറച്ച വിശ്വാസം ഇത് വിജയത്തിന്റെ നിദാനമാണ്. ആ കലിമത്തു തൗഹീദ് ജീവിതത്തിൽ പകർത്താനും അത് ധാരാളം നമ്മുടെ നാവുകൊണ്ട് പറയാനും ഹൃദയത്തിൽ ഉറപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനം ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. من الشيطان ഷൈത്താൻ എന്നാണ് വാക്ക്. എങ്ങനെ? ഷൈത്താൻ ഷൈത്താൻ എന്ന് പോരാ, ഷൈത്താൻ ത്വാ ആണ് അക്ഷരം. അഊദു 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 പറയുമ്പോൾ ദാല് ശരിയുക്തമാക്കി. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان رجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل هو الله أحد قل هو الله أحد الله الصمد الله الصمد الله الصمد الله الصمد. ഒന്നുകൂടി ആവർത്തിച്ചു ചോദിക്കും. قل هو الله أحد قل هو الله أحد قل هو الله قل هو الله പറഞ്ഞ قل هو الله قل هو الله قل هو الله قل هو الله أحد قل هو الله أحد الله الصمد الله الصمد الله الصمد الله الصمد صا 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 الله الصمد الله الصمد لم يلد لم يلد ولم يولد ولم يولد لم يلد ولم يولد لم يلد ولم يولد
ആ രണ്ടും ഒരായത്താണ്. ലം യലിദ് ഒരായത്തും വലം യൂലദ് വേറെ ഒരായത്തും അല്ല. ലം യലിദ് വലം യൂലദ് ലം യലിദ് വലം യൂലദ് ലം യലിദ് വലം യൂലദ് ഇങ്ങനെ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് കുഫുവൻ അഹദ് കുഫുവൻ അഹദ്. വാവ് പറയുന്ന സ്ഥലം രണ്ട് ചുണ്ടാണ് വാവിന്റെ മഖറജ്, വാവ് പുറപ്പെടുന്ന സ്ഥലം. അപ്പൊ രണ്ട് ചുണ്ട് കൊണ്ട് തന്നെ വ വ വ വ വ മഖറജ് ഈ ചുണ്ട് കൊണ്ടും മുൻപല്ലിന്റെ താഴ്ഭാഗം കൊണ്ടും പറയേണ്ട അക്ഷരം ഫ ആണ്. ഏത്? ഫ ഫ ഫ ഫ ഫ വാവ് പറയുന്ന മഖറജ് എന്ന് പറയാൻ പാടില്ല. ഫ അതേ സമയത്ത് വാവ് പറയേണ്ടതോ വ രണ്ട് ചുണ്ടുകളെ കൊണ്ട് മാത്രമാണ്. വ വ വ വ വ വ കുഫുവൻ അഹദ് കുഫുവൻ അഹദ് കുഫുവൻ അഹദ് കുഫുവൻ അഹദ് കുഫുവൻ 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 അഹദ് കുഫുവൻ അഹദ്. വലം യകുൻ ലഹു എന്ന സ്ഥലത്ത് നൂനുണ്ട്. നോക്കി, വലം യകുൻ നൂനില്ലേ? വലം യകുൻ നൂനാണ്. യകുൻ നൂനാണ്. നൂനിന് ശേഷം വന്ന അക്ഷരം ഏതാണ്? ലാമ്. അവിടെ ഓതിയ സമയത്ത് യകുൻ ലഹു എന്ന് ഓതിയിട്ടില്ല. എങ്ങനെ ഓതിയിട്ടില്ല? യകുൻ ലഹു എന്താ ഓതിയത്? യകുൻ ലഹു യകുൻ ലഹു. എങ്ങനെ? യകുൻ ലഹു യകുൻ ലഹു. യകുൻ ലഹു. അവിടെ എന്താ ചെയ്തത് എന്നറിയാമോ? ഈ സുക്കൂനുള്ള നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് ഷദ്ദുള്ള ഒരു ലാമായി ഉന്നത്തില്ലാതെ മണിക്കാതെ ഓതി. ലാമിലേക്ക് ഇദ്ഗാം ചെയ്തു എന്ന് പറഞ്ഞാൽ ലാമിലേക്ക് കൂട്ടിച്ചേർത്തു. ലാമിലേക്ക് കൂട്ടിച്ചേരും. ഒരു അക്ഷരത്തിന്റെ ഉള്ളിലേക്ക് മറ്റൊരു അക്ഷരം കൂട്ടുമ്പോൾ സ്വാഭാവികമായും ആ അക്ഷരം കനം കൂടും, അല്ലേ? അപ്പൊ കട്ടിയില്ലാതിരുന്ന ലാമ് കദ്ദുള്ള അക്ഷരമായി. യകുല്ലഹു. അവിടെ നൂന് ഉള്ളത് അറിയുക പോലും ചെയ്യാത്ത രൂപത്തിലാണ് ഓതേണ്ടത്. യകുല്ലഹു യകുല്ലഹു. ഈ നിയമത്തിനാണ് ഇദ്ഗാമുൻ ബിലാ ഗുന്ന എന്ന് പറയുക. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഫുവൻ എന്ന സ്ഥലത്ത്, കുഫുവൻ എന്ന സ്ഥലത്ത് തൻവീനുണ്ട് വാവിന്റെ മേലെ. നോക്കി, വാവിന്റെ മേലെ തൻവീനില്ലേ? തൻവീനുണ്ട്. ആ തൻവീനും നൂൻ. കുഫുവൻ കുഫുവൻ എന്ന് വായിക്കുമ്പോ അവസാനം പറയുന്ന അക്ഷരം ഏതാണ്? നൂനാണ്. സുക്കൂനുള്ള നൂനാണ്. ആ നൂനിന്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? ഹംസ്. ഏത്? ഹംസ്. ഹംസ് എന്ന് പറഞ്ഞാൽ ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരാണ്. ഹംസ് എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരം ഉണ്ട്. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരം 6 അക്ഷരമുണ്ട്. ഈ 6 അക്ഷരങ്ങളിൽ നിന്ന് ഒന്ന് സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം വന്നാൽ അവിടെ തീരെ മണിക്കാൻ പാടില്ല, ഇൽഹാറാക്കണം. കുഫുവൻ എന്ന തൻവീനിന് ശേഷം വന്ന അക്ഷരം ഹംസ ആയതുകൊണ്ട് കുഫുവൻ അഹദ്. അങ്ങനെ കുഫുവൻ അഹദ്. കുഫുവൻ അഹദ്. കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹുസ് സമദ്. അല്ലാഹുസ് സമദ്. ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد